നമസ്കാരം. കഴിഞ്ഞ കുറച്ച് സീസണുകളായി IPL സ്ഥിരതയോടെ കളിക്കുന്ന ടീമാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. 2022 ഫൈനലിലും 2024 പ്ലേ ഓഫിലും എത്താൻ റോയൽസിന് കഴിഞ്ഞിരുന്നു. തങ്ങളുടെ രണ്ടാം കിരീടമാണ് 2025 രാജസ്ഥാൻ റോയൽസിന്റെ ലക്ഷ്യം. അതിനായുള്ള മുന്നൊരുക്കങ്ങളും ടീം ആരംഭിച്ചു കഴിഞ്ഞു. IPL മെഗാലേലത്തിന് മുൻപ് കോർ ടീമിലെ 6 കളിക്കാരെ നിലനിർത്തിയ രാജസ്ഥാൻ റോയൽസ് ഏതാനും മികച്ച താരങ്ങളെ മെഗാലേലത്തിൽ നിന്ന് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ രാജസ്ഥാൻ റോയൽസ് വാങ്ങിയ വിദേശ താരങ്ങളിൽ ഒരാളാണ് ക്വെന മഫാക്ക. ദക്ഷിണാഫ്രിക്കയുടെ കൗമാര പേസറായ മഫാക്കയെ അടിസ്ഥാന വിലയായ 1.5 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ഈ യുവതാരത്തെ വാങ്ങിയതിൽ ഒരുപറ്റം ആരാധകർ റോയൽസിനെ വിമർശിച്ചിരുന്നുവെങ്കിലും അതൊരു മികച്ച നീക്കമായിരുന്നുവെന്ന് മഫാക്കയുടെ ഇപ്പോഴത്തെ പ്രകടനം കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ നടന്ന 1-ാം T20-യിൽ മികച്ച പ്രകടനമാണ് മഫാക്ക പുറത്തെടുത്തത്. 4 ഓവറുകളിൽ 39 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി. പാക് സൂപ്പർ താരം ബാബർ അസമിനെ 0-ന് പുറത്താക്കാനും ഈ കളിയിൽ മഫാക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൽ മഫാക്ക ആരാധകരെ ഞെട്ടിച്ചത് തന്റെ എക്സ്പ്രസ് പേസിലൂടെയാണ് എന്നതും ശ്രദ്ധേയമാണ്. 2 തവണയാണ് താരം 150 കിലോമീറ്ററിലധികം വേഗതയിൽ പന്തെറിഞ്ഞത്. ഇതിൽ ഒരു പന്തിന്റെ വേഗത 151.6 കിലോമീറ്റർ ആയിരുന്നു. അതിവേഗം കൊണ്ട് പാക് ബാറ്റർമാരെ വിറപ്പിച്ച മഫാക്ക അടുത്ത കുറച്ചു നാളത്തേക്ക് താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അതിവേഗ ബൗളിങ്ങിലൂടെ കാണിച്ചു തരികയാണ്. 2024 അണ്ടർ-19 ലോകകപ്പിൽ നടത്തിയ മിന്നും പ്രകടനമാണ് ക്വെന മഫാക്കയെ ലോക ക്രിക്കറ്റിൽ പ്രശസ്തരാക്കിയത്. 6 കളികളിൽ നിന്നായി 21 വിക്കറ്റുകൾ നേടി ടൂർണമെന്റിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനുമായിരുന്നു ഇദ്ദേഹം. ഇതിനു പിന്നാലെ അദ്ദേഹം IPL-ലേക്ക് എത്തുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു യുവതാരത്തെ റാഞ്ചിയത്. എന്നാൽ കന്നി IPL സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു മഫാക്കയുടേത്. ഇക്കുറി ലേലത്തിന് മുൻപ് മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്തതോടെ മെഗാ ഓപ്ഷനിലേക്ക് വന്ന മഫാക്ക അവിടെ നിന്ന് റോയൽസിലേക്ക് ചാടുകയായിരുന്നു. കഴിഞ്ഞ 3 സീസണുകളിലും ന്യൂസിലാൻഡിന്റെ ഇടം കൈൻ പേസറായ ട്രെന്റ് ബോൾട്ട് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് നിരയെ നയിച്ചത്. എന്നാൽ ഇക്കുറി ലേലത്തിന് മുൻപ് ബോൾട്ടിനെ ഒഴിവാക്കുകയായിരുന്നു അവർ. അടുത്ത സീസണിൽ ബോൾട്ടിന് പകരം രാജസ്ഥാൻ റോയൽസിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന താരം കൂടിയാണ് മഫാക്ക. ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വജ്രായുധമായി മഫാക്ക മാറാൻ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് ഇപ്പോഴേ വിശേഷിക്കപ്പെടുന്ന മഫാക്ക. ഇതുവരെ 22 T20 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതിൽ 30 വിക്കറ്റുകളാണ് സമ്പാദ്യം.